السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സത്യവിശ്വാസികളെ, മനുഷ്യന്റെ ശരീരത്തിൽ നിന്നും അല്ലാഹു കണക്കാക്കിയ സമയത്തിൽ ആത്മാവ് പിരിഞ്ഞ് പോകലാണ് മരണം എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ആത്മാവിനെ മലക്കുകൾ പിടിക്കുന്ന വ്യത്യസ്തമായ രൂപങ്ങൾ കഴിഞ്ഞ നമ്മുടെ അവസരങ്ങളിൽ നിങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി. അങ്ങനെ പുറത്തേക്ക് വരുന്ന ആത്മാവ് അതിന് ഒരു യാത്രയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ യാത്രയുടെ, ആത്മാവിന്റെ യാത്രയുടെ വിശദമായ രൂപങ്ങൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുദീർഘമായ നിലക്ക് തന്നെ നമ്മുടെ അറിവിലേക്കായി വിവരിച്ചു തന്നിരിക്കുകയാണ്. ആത്മാവ് ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ സത്യവിശ്വാസിയുടെ ആത്മാവാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സ്വല്ല അലൈഹി കുല്ലു മലക്കിൻ ബൈനസ് സമാഇ വൽ അർദി വകുല്ലു മലക്കിൻ ഫിസ് സമാഇ. അവന് വേണ്ടി നമസ്കാരം നിർവഹിക്കുന്നു, അതല്ലെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ആകാശഭൂമികൾക്കിടയിലുള്ള സർവ്വ മലക്കുകളും. വകുല്ലു മലക്കിൻ ഫിസ് സമാഇ, ആകാശത്തിലുള്ള മലക്കുകളും. അപ്പൊ മുഅ്മിനിന്റെ ആത്മാവാണ് പുറത്തേക്ക് പുറപ്പെടുന്നതെങ്കിൽ ആകാശഭൂമികൾക്കിടയിലുള്ള എല്ലാ മലക്കുകളും ആകാശത്തിലുള്ള സർവ്വ മലക്കുകളും അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. വഫുതിഹത് ലഹു അബ്വാബുസ് സമാ, ആ മുഅ്മിനിന്റെ റൂഹിന് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ മലർക്കെ തുറക്കപ്പെടുകയാണ്. ലൈസ മിൻ അഹ്ലി ബാബിൻ ഇല്ലാ വഹും യദ്ഊന അല്ലാഹ. ഓരോ വാതിലിന്റെയും ആ വാതിലുകളുടെ കാവൽക്കാരായ അതിന്റെ തൊട്ടുമാകത്തൊക്കെ സ്ഥിതി ചെയ്യുന്ന മലക്കുകൾ
എല്ലാവരും തന്നെ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കും. അൻയുറജ മിൻ ഖിബലിഹിം, ഞങ്ങളുടെ സമീപത്തുകൂടെ, ഞങ്ങളുടെ അടുത്തുകൂടെ ഈ ആത്മാവിനെ കയറ്റിക്കൊണ്ടു പോകണേ എന്ന്. അത്രക്കും വലിയ സ്വീകരണമാണ് സാലിഹീങ്ങളുടെ ആത്മാക്കൾക്ക് ആകാശ ലോകത്ത് ലഭിക്കുന്നതെന്നർത്ഥം. അള്ളാഹു നമ്മെ അതിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അങ്ങനെ സാലിഹീങ്ങളുടെ ആത്മാവ് ആ നിലക്ക് ആകാശത്തിന്റെ കവാടങ്ങൾ അവർക്ക് വേണ്ടി മലർക്കെ തുറക്കപ്പെടുകയും മലക്കുകൾ മുഴുവനും അള്ളാഹിനോട് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്, അള്ളാഹുവേ, ഞങ്ങളുടെ സമീപത്തുകൂടെ, ഞങ്ങൾക്കരികിലൂടെ ഈ ആത്മാവിനെ കയറ്റിക്കൊണ്ടു പോകണേ എന്ന്. ആ നിലക്കുള്ള പ്രത്യേകമായ ഒരവസ്ഥയും ആശംസയുമാണ് മുഅ്മിനായ മനുഷ്യന് ലഭിക്കുന്നതെങ്കിൽ അതാ മലക്കുൽ മൗത്ത് ആ ആത്മാവിനെ അങ്ങ് സ്വീകരിച്ചു കഴിഞ്ഞാൽ, ആത്മാവിനെ മലക്കുൽ മൗത്ത് അങ്ങ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ, ലം യദഊഹാ ഫീ യദിഹി തറഫത ഐൻ, ഉടനെ തന്നെ അതാ മലക്കുൽ മൗത്തിന്റെ കൂടെയുള്ള മലക്കുകളാകുന്ന വലിയ സംഘം അവരല്പനേരം പോലും സമയം പാഴാക്കാതെ ഹത്താ യഖുദൂഹാ ഫയജ്അലൂഹാ ഫീ ദാലികൽ കഫനി വഫീ ദാലികൽ ഹനൂത്ത്, സ്വർഗീയമായ രൂപത്തിലുള്ള കഫൻ പുടവയിലേക്ക്, അതുപോലെ തന്നെ സ്വർഗീയമായ പരിമളങ്ങളുള്ള, സ്വർഗീയമായ സുഗന്ധങ്ങൾ വമിച്ചുകൊണ്ടിരിക്കുന്ന ആ നിലക്കുള്ള സുഗന്ധങ്ങൾ. എങ്ങനെയാണ് ആത്മാവിനെ കഫൻ പൊതിയലെന്ന് നമുക്കറിഞ്ഞുകൂടാ, എങ്ങനെയാണ് അതിന് സുഗന്ധം ഉപയോഗിക്കലെന്ന് നമുക്കറിഞ്ഞുകൂടാ. പരലോകത്ത് നടക്കുന്ന, അതല്ലെങ്കിൽ നമുക്കറിയാത്ത അദൃശ്യമായ ലോകത്ത് സംഭവിക്കുന്ന ഏത് കാര്യങ്ങളാവട്ടെ, എല്ലാത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണോ അത് നടക്കേണ്ടത് എന്ന് അല്ലാഹുവിനെ അറിയൂ. നമുക്കറിയില്ല എങ്ങനെയാണ് ഈ ആത്മാവ്, എങ്ങനെയാണ് അതിനെ കൊണ്ടുപോകൽ, എങ്ങനെയാണ് അതിനെ കഫൻ ചെയ്യൽ, എങ്ങനെയാണ് അതിന് സുഗന്ധം പുരട്ടൽ, സുഗന്ധം പൂശൽ എന്നൊന്നും നമുക്ക് മനസ്സിലാകുന്നതല്ല. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ എന്താണോ പറഞ്ഞതെങ്കിൽ അതിലപ്പുറം നമ്മുടെ ബുദ്ധി പ്രവേശിക്കേണ്ടതില്ല. അതിലപ്പുറം നമ്മൾ ആലോചിച്ച് തലപുകഞ്ഞ് വലിയ പ്രയാസം അനുഭവിക്കേണ്ടതില്ല. ഈ ആത്മാവിനെ മലക്കുൽ മൗത്ത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ മലക്കുൽ മൗത്തിന്റെ കൂടെ വന്നിട്ടുള്ള സർവ്വ മലക്കുകളും അതാ അതേറ്റെടുത്തുകൊണ്ട് അവർ കൊണ്ടുവന്നിട്ടുള്ള സ്വർഗീയമായ കഫൻ പുടവയിൽ സ്വർഗീയമായ സുഗന്ധം പൂശിക്കൊണ്ട് അതിനെ ഏറ്റെടുത്തു കൊണ്ടുപോവുകയാണ്. ആ അവസരത്തിൽ അതാ പരിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് പറയുന്നു, തവഫത്തുഹു റുസുലുനാ വഹും ലാ യുഫരിത്തൂൻ, നമ്മുടെ ആത്മാക്കളതാ അതിനെ ഏറ്റെടുക്കുന്ന പരിപൂർണമായി. അവഹും ലാ യുഫരിത്തൂന, അവർ ഒരു വീഴ്ചയും ആ കാര്യത്തിൽ വരുത്തുന്നതല്ല. അങ്ങനെ നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്, ആ ആത്മാവിനെ അങ്ങനെ ഏറ്റെടുത്ത് സ്വർഗീയമായ കഫൻ പുടവയിലും സ്വർഗീയ സുഗന്ധത്തിലുമൊക്കെയായിട്ട് ആ റൂഹിനെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വയഖ്റുജു മിൻഹാ കാതിയബി നഫ്ഹതി മിസ്കിൻ വുജിദത് അലാ വജ്ഹിൽ അർളി, അതാ ഭൂമുഖത്ത് നിന്ന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മുന്തിയ കസ്തൂരിയേക്കാൾ സുഗന്ധപൂരിതമായ ഒരു മണമാണ്, ഒരു സുഗന്ധമാണ് അതിൽ നിന്ന് അടിച്ചു വീശുന്നത്, പുറപ്പെടുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇതൊന്നും നമ്മൾ പുറമേ ബാഹ്യലോകത്തുള്ളവർ കാണാത്ത കാര്യങ്ങളാണ്. മനുഷ്യർക്ക് കാണാനാവാത്ത അത്ഭുതകരമായ കുറെ കാര്യങ്ങൾ റൂഹ് പിരിഞ്ഞതിന്റെ ശേഷം, റൂഹ് നമ്മുടെ ശരീരത്തിൽ നിന്നാണ് പുറപ്പെട്ടതിന്റെ ശേഷം സംഭവിക്കുന്ന ആത്മീയമായ ചില അനുഭൂതികളാണ്, ആത്മീയമായ ചില വസ്തുതകളാണ്. അങ്ങനെ ഈ മലക്കുകൾ എന്തു ചെയ്യും? മുഅ്മിനിന്റെ ആത്മാവുമായി കൊണ്ടവർ ആകാശത്തിലേക്ക് കയറി പോവുകയാണ്. അങ്ങനെ ഓരോ മലക്കുകളുടെ സംഘങ്ങൾ ആകാശലോകത്തുണ്ടാകുമല്ലോ. ഓരോ കവാടങ്ങളിലും അതുപോലെ തന്നെ ഓരോ ആകാശങ്ങളിലും മലക്കുകളുടെ സംഘങ്ങളും മലക്കുകളുടേതായ സഭകളുമുണ്ട്. ആ സഭകൾക്ക് സമീപത്തിലൂടെ, ആ സംഘത്തിന്റെ സമീപത്തിലൂടെ ഈ ആത്മാവിനെയും വഹിച്ചുകൊണ്ട് മലക്കുകൾ അങ്ങ് പോകുന്ന നേരത്ത് ആ മലക്കുകൾ ചോദിക്കും, മഹാദർ റൂഹു ത്വയ്യിബ്, ഏതാണ് ഈ പരിശുദ്ധമായ ആത്മാവ്, ഏതാണ് ഈ പവിത്രമായ ആത്മാവ്, ഏതാണ്?
ഫയഖൂലൂന, അപ്പോൾ മലക്കുകൾ മറുപടി പറയും, ഫുലാൻ ഇബ്നു ഫുലാൻ, ഇത് ഇന്നാലിന്ന വ്യക്തിയുടെ മകൻ ഇന്ന വ്യക്തിയാണ്. ബിഅഹ്സനി അസ്മാഇഹി അല്ലതി കാനൂ യുസമ്മൂനഹു ബിഹാ ഫിദ്ദുനിയാ, ദുനിയാവിൽ വെച്ച് ആ മനുഷ്യനെ വിളിക്കപ്പെട്ടിരുന്ന ഏറ്റവും ഉത്തമമായ പേരും പറഞ്ഞുകൊണ്ട് ഇത് ഇന്ന വ്യക്തിയുടെ റൂഹാണ്, ഇന്ന വ്യക്തിയുടെ റൂഹാണ് എന്നിങ്ങനെ മലക്കുകൾ പറയും. അങ്ങനെ അതാ നാം ആകാശത്തിന്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്ക് തന്നെ അതാ ആകാശലോകത്തിന്റെ കവാടങ്ങൾ തുറക്കാൻ വേണ്ടിയുള്ള അഭ്യർത്ഥനയുണ്ടാകുന്നു. അങ്ങനെ ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കുന്നു എന്ന് മാത്രമല്ല, ഫയുശയ്യിഉഹു മിൻ കുല്ലി സമാഇൻ മുഖർരിബൂഹാ മുഖറബൂഹാ ഇലസ്സമാഇ അല്ലതി തലീഹാ, ഓരോ ആകാശത്തിലും അതാ മലക്കുകൾ ഈ റൂഹിനെ ഏറ്റെടുത്തിട്ട് തൊട്ടടുത്ത ആകാശത്തിലുള്ള മലക്കുകളെ ഏൽപ്പിക്കുവോളം ഈ പരിശുദ്ധമായ ആത്മാവിനെ ഒരു സംഘം മലക്കുകളതാ യാത്രയാക്കുന്ന നിലക്ക് അതിനെ കൂടെ അനുഗമിക്കുന്നു. അങ്ങനെ 7 ആകാശത്തിന്റെയും ഉപരിയിലേക്ക് എത്തുന്നത് വരെ ഈ യാത്ര തുടരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു. അപ്പൊ ആത്മാവിന്റെ ആ യാത്ര ആകാശങ്ങൾക്കപ്പുറത്തേക്ക്, ആകാശങ്ങളുടെ മീതേക്ക് അതങ്ങനെ യാത്ര പോവുകയാണ്. പക്ഷേ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. ആത്മാവിനൊരു യാത്രയുണ്ട്. ആ യാത്രയെ തുടരുന്ന റൂഹങ്ങ് പോകുമ്പോ ഇന്ന റൂഹൈദാ ഖുബിള, ആത്മാവ് പിടിക്കപ്പെടുന്ന നേരമായാൽ ആ നേരത്തതാ തബിഅഹുൽ ബസറു, കണ്ണതിനെ തുടരുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ തുടരുന്നത് പിന്നീട് അങ്ങോട്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതാണ് നമ്മൾ ഈ കേട്ട് കഴിഞ്ഞത്. തുടർന്നുകൊണ്ട് ആത്മാവിനെ ഓരോ ആകാശങ്ങളിലേക്കും മലക്കുകളുടെ ഏറ്റവും വലിയ ഉന്നതമായ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് വലിയ പ്രശസ്തി അവർ പറഞ്ഞുകൊണ്ട് വലിയ രൂപത്തിലുള്ള ആശംസകൾ അർപ്പിച്ചുകൊണ്ടാണ് മുഅ്മിനിന്റെ ആത്മാവിനെ മലക്കുകൾ അതാ അത്യുന്നതമായ പദവിയിലേക്ക് കൊണ്ടുപോകുന്നത്. അതേ അവസരത്തിലതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖബീസത്തായ റൂഹാണെങ്കിലോ, കാഫിറിന്റെ റൂഹാണെങ്കിലോ, അതുപോലെ തന്നെ മുനാഫിഖിന്റെ റൂഹൊക്കെ ആണെങ്കിലോ, ഫാജിറിന്റെ തെമ്മാടിയുടെ, കാഫിറിന്റെ, അതുപോലെ തന്നെ അള്ളാഹനെ ധിക്കരിച്ചുകൊണ്ട് ജീവിച്ചിട്ടുള്ള ഏതൊക്കെ മനുഷ്യന്മാരുണ്ടോ അവന്റെ ആത്മാവ് വളരെ നിഷ്ഠൂരമായ നിലക്ക് വളരെ പ്രയാസത്തോടുകൂടെയാണല്ലോ പുറത്തിറക്കപ്പെടുന്നത്. അത് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞതാണ്. അങ്ങനെ പുറത്തിറക്കപ്പെട്ട് കഴിയുന്ന ഉടനെ തന്നെ അവന്റെ റൂഹ്, അവന്റെ ജീവൻ ശരീരത്തിൽ നിന്ന് പോകുമ്പോഴേക്ക് തന്നെ ഫയൽ അനുഹു കുല്ലു മലക്കിൻ ബൈനസ്സമായി വല്ലർളി വകുല്ലു മലക്കിൻ ഫിസ്സമാ, ആകാശഭൂമികൾക്കിടയിലുള്ള സർവ്വമലക്കുകളും ഇവനെ ശപിച്ചുകൊണ്ടിരിക്കുന്നു. വകുല്ലു മലക്കിൻ ഫിസ്സമാ, ആകാശത്തിലുള്ള സർവ്വമലക്കുകളും. നേരത്തെ മുഅ്മിനിന്റെ റൂഹ് അവന്റെ ബോഡിയിൽ നിന്ന് പുറപ്പെട്ടപ്പോഴേക്ക് തന്നെ ആകാശഭൂമികൾക്കിടയിലുള്ള മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചതാണ്, അവന് വേണ്ടി ദുആ ചെയ്തവരാണ്. ആകാശലോകത്തുള്ള മലക്കുകളും അതേ പ്രകാരം തന്നെയാണ്. അതേ അവസരത്തിൽ കാഫിറിന്റെയും ഫാജിറിന്റെയും ഒക്കെ റൂഹ് അവന്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് കടന്നു എന്ന ആ ഘട്ടത്തിൽ എത്തുമ്പോഴേക്ക് തന്നെ ആകാശഭൂമിയിലുള്ള മലക്കുകൾ മുഴുവനും ഈ ആത്മാവിനെ ശപിച്ചുകൊണ്ടിരിക്കുന്നു, ലഅനത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല അവരുടെ ആ ദേഷ്യവും ആ പ്രയാസവും വതുഗ്ലഖു അബ്വാബുസ്സമാ, ആകാശത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുന്നു. ആ നിലക്ക് ഒരു സ്വീകരണം അവനില്ല. ലൈസ മിൻ അഹ്ലി ബാബിൻ ഇല്ലാ വഹും യദഊന അല്ലാഹ തആല അല്ലാ തുഅറജ റൂഹുഹു മിൻ ഖിബലിഹിം. ആ നീചനായ മനുഷ്യന്റെ ആത്മാവ് ഞങ്ങളുടെ സമീപത്തുകൂടെ കൊണ്ടുവരാതിരിക്കട്ടെ, ഞങ്ങൾക്കരികിലൂടെ ആ ദുഷിച്ച ആത്മാവ് കടന്നു പോകാതിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിക്കാത്തവരില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പൊ ആ നിലക്കാണ് സത്യവിശ്വാസി അല്ലാത്ത കാഫിറിന്റെയും ഫാജിറിന്റെയും ഒക്കെ റൂഹ് ശരീരത്തിൽ നിന്ന് പുറപ്പെടുമ്പോഴേക്കുള്ള അവസ്ഥ തന്നെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അങ്ങനെ പുറപ്പെട്ട ഉടനെ അതാ അവന്റെ ആത്മാവിനെ അത് ഒരു പറ്റം മലക്കുകൾ അത് വാങ്ങുകയാണ്. വാങ്ങിയിട്ടോ നേരത്തെ സ്വർഗീയമായ കഫൻ പുടവയിലല്ലേ
മുഅ്മിനിന്റെ റൂഹിനെ വെച്ചതെങ്കിൽ ഇവിടെ ഇതാ നരകത്തിൽ നിന്ന് പ്രത്യേകമായി അവന് തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രത്യേകമായ പൊതിയിലാണ് അവനെ പൊതിയുന്നത്. മാത്രമല്ല വയഖ്റുജു മിൻഹാ, ആ റൂഹിൽ നിന്ന് പുറപ്പെടുന്നതാണ്, അതിൽ നിന്ന് പുറപ്പെടുന്നതാണ് കഅൻതനി റീഹി ജീഫത്തിൻ വുജിദത് അലാ വജ്ഹിൽ അർദി, ഭൂമുഖത്ത് കാണപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും ചീഞ്ഞളിഞ്ഞ ഒരു ശവത്തിന്റെ മാംസം, ഒരു ശവത്തിന്റെ മണം എങ്ങനെ എത്ര ദുർഗന്ധപൂരിതമാണോ ആ നിലക്കുള്ള ഒരു ദുർഗന്ധമാണ് അതിൽ നിന്ന് പുറപ്പെടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്നിട്ട് ഇതേ സംഭവം അതാ ചുരുക്കിയ നിലക്ക് ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, മുഅ്മിനിന്റെ റൂഹ് പുറപ്പെട്ടു കഴിഞ്ഞാൽ മലക്കുകൾ അതിനെ സ്വീകരിക്കുന്നു. എന്നിട്ടതിന്റെ സുഗന്ധങ്ങളും ആ നിലക്കുള്ള അതിന്റെ പ്രത്യേകതകളും ഒക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു, മുഅ്മിനാണെങ്കിൽ, മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ ഭൂമുഖത്ത് നിന്ന് വരുന്ന ഏറ്റവും ഉന്നതമായ ആത്മാവാണല്ലോ എന്ന നിലക്ക് മലക്കുകൾ ആശംസ ചൊരിയും എന്ന് മുസ്ലിമിലുള്ള റിപ്പോർട്ടിലും കാണാം. അതേ അവസരത്തിൽ കാഫിറിന്റെ ആത്മാവാണെങ്കിൽ അതിന് വല്ലാത്ത ഒരു ദുർഗന്ധമാണ്. ആ ദുർഗന്ധമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ ആ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് കാണാം, ഖാല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഈ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നേരത്ത് ഫറദ്ദ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ റൈതതൻ കാനത് അലൈഹി അലാ അൻഫിഹി ഹകദാ, നബി തങ്ങളുടെ കയ്യിൽ ഈ സംഭവം പ്രവാചകൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരത്ത് അവിടുത്തെ കയ്യിൽ ഒരു ചെറിയ വസ്ത്രമുണ്ടായിരുന്നു, ഒരു ചെറിയ തുണി ഉണ്ടായിരുന്നു, കർച്ചീഫ് പോലെ എന്തോ ഒരു ചെറിയ സൗബുൻ റഖീഖുൻ എന്നാണ് ഹദീസ് വിശദീകരിക്കുന്ന പണ്ഡിതന്മാരതിന് വിശദീകരിക്കുന്നത്. ആ നിലക്കൊരു നേരിയ വസ്ത്രം പ്രവാചകന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അതെന്ത് ചെയ്തു നബി? അതതാ അവിടുത്തെ മൂക്ക് പൊത്തിപ്പിടിക്കുകയാണ്. അലാൻ ഫിഹി ഹകദാ, ആ തുണി കൊണ്ട് നബി മൂക്ക് പൊത്തിപ്പിടിച്ചിട്ടാണ് ഇത് പറഞ്ഞത്. ഇതിനാണ് അങ്ങനെ പറഞ്ഞത്? അതാ ഹദീസിന് വിശദീകരണം കൊടുക്കുന്ന പണ്ഡിതന്മാര് പറയാണ്, ഐ കറാഹത്തൻ ലിനതിനി റീഹിൽ കാഫിരി, ഈ കാഫിറിന്റെ ആത്മാവിന്റെ മണം, ഈ കാഫിറിന്റെ റൂഹ് പോകുന്ന മണം, അതിനെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ ആ ദുർഗന്ധത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്ന നിലക്ക് അവിടുന്ന് അവിടുത്തെ കയ്യിലുണ്ടായിരുന്ന വസ്ത്രം കൊണ്ട് മൂക്ക് പൊത്തിപ്പിടിച്ചിട്ടാണ് കാഫിറിന്റെ, ഫാജിറിന്റെ, തെമ്മാടിയുടെ റൂഹിന്റെ കൊണ്ടുപോക്കിനെ സംബന്ധിച്ച്, അതിന്റെ ദുർഗന്ധത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് വിവരിച്ചു തന്നതെന്ന് ആ സംഭവം സ്വഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട സംഭവം സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പൊ നോക്കൂ നിങ്ങൾ, അതാണ് കഅൻതനി റീഹി ജീഫത്തിൻ വുജിദത് അലാ വജ്ഹിൽ അർദി, അങ്ങനെ ദുർഗന്ധമാണ്. ആ ദുർഗന്ധം വമിക്കുന്ന ആത്മാവുമായി കൊണ്ട് മലക്കുകൾ കയറിപ്പോവുകയാണ്. അങ്ങനെ കയറിപ്പോകുമ്പോ അതാ നേരത്തെ ചോദിച്ചല്ലോ മലക്കുകൾ, ആ മലക്കുകളൊക്കെ ചോദിക്കുകയാണ്, മഹാദർ റൂഹുൽ ഖബീസ്, ഈ ദുഷിച്ച ആത്മാവ് ഏതാണ്, ആരുടേതാണിത്? ആ അവസരത്തിൽ മലക്കുകൾ മറുപടി പറയും, ഫുലാൻ ഇബ്നു ഫുലാൻ ബിഅഖ്ബഹി അസ്മാഇഹി അല്ലതി കാന യുസമ്മാ ബിഹാ ഫിദ്ദുനിയാ, ദുനിയാവിൽ ഏറ്റവും മോശപ്പെട്ട ഒരു പേരെന്ന നിലക്ക് ഏറ്റവും ദുഷിച്ച് അവനെ എങ്ങനെ വിളിക്കാമോ ആ നിലക്കാണ് അവനെ പരിചയപ്പെടുത്തപ്പെടുന്നത്. അങ്ങനെയോ ആകാശലോകത്തിന്റെ കവാടങ്ങൾ അവന് വേണ്ടി ആ നിലക്ക് റഹ്മത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ, ഈ സംഭവം പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ അഅറാഫിലെ 40-ാമത്തെ ആയത്താണ് ഓതി കേൾപ്പിക്കുന്നത്. ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ വലാ യദ്ഖുലൂനൽ ജന്നത ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത്. ലാ തുഫത്തഹു ലഹും, കാഫിറുകളായ ആളുകളെ പറ്റി ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് വേണ്ടി തുറക്കപ്പെടുന്നതല്ല, ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നതല്ല. വലാ യദ്ഖുലൂനൽ ജന്ന,
സ്വർഗത്തിൽ അവർ പ്രവേശിക്കുന്നവരുമല്ല. ഹത്താ യലിജൽ ജമലു, ഒട്ടകം പ്രവേശിക്കുവോളം, ഫീ സമ്മിൽ ഖിയാത്ത്, സൂചിപ്പഴുതിലൂടെ, സൂചിക്കുഴയിലൂടെ ഒട്ടകം പ്രവേശിക്കൽ എത്രമാത്രം അസാധ്യമാണോ, അസംഭവ്യമാണോ, അതുപോലെ അസംഭവ്യമാണ്, അതുപോലെ നടക്കാത്ത സംഗതിയാണ് കാഫിറുകൾ നരകത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നത്. അതുകൊണ്ട് അല്ലാഹു അവരെ സംബന്ധിച്ച് വളരെ മോശമായ നിലക്ക് അവരുടെ ആത്മാക്കളതാ അത്യുന്നതമായ പദവിയിലേക്ക് പോകാതെ ഫിൽ അർളിസ് സുഫ്ലാ, ഭൂമിയുടെ ഏറ്റവും അഗാധമായ ഗർത്തത്തിലേക്ക് മോശക്കാരായ നിലക്ക് അവരുടെ ആത്മാക്കളെ ആ നിലക്കാണ് തള്ളിവിടപ്പെടുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തരുന്നു. നിങ്ങൾ നോക്കൂ, ഇങ്ങനെ നമുക്ക് ഗ്രാഹ്യമാകാത്ത ഒട്ടേറെ സംഭവങ്ങൾ ഒരാളുടെ ആത്മാവ് അയാളുടെ ശരീരത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അതാ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാകാത്ത കാര്യമാണെന്ന നിലക്ക് അങ്ങനെ ഇല്ല എന്നൊരിക്കലും ധരിച്ചു പോകരുത്. കാരണം ഗൈബിയായ സംഗതികൾ, അദൃശ്യ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെയും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ നോക്കൂ, ഈ ആത്മാക്കൾ, ഇങ്ങനെ പലരുടെയും ആത്മാക്കൾ ഉണ്ടല്ലോ. അമ്പിയാക്കളുടെ ആത്മാക്കളില്ലേ, ശുഹദാക്കളുടേതില്ലേ, സാധാരണ നിലക്കുള്ള മുഅ്മിനീങ്ങളുടേതില്ലേ, ഫാജിറുകളുടെയും അതുപോലെ തന്നെ ദോഷികളുടേതുമില്ലേ, കാഫിറുകളുടേതുമില്ലേ. ഈ ആത്മാക്കളൊക്കെയും പിന്നീടതാ അവക്കൊക്കെ കണക്ഷൻ കിട്ടുന്നുണ്ട്, ഖബറിലേക്ക് കിട്ടുന്നുണ്ട്. ആ ഖബറുകളുമായിട്ട് ചോദ്യോത്തരത്തിന്റെ സമയത്തും അതുപോലെ തന്നെ പല ഘട്ടത്തിലും ഈ മനുഷ്യന്റെ ശരീരവുമായിട്ട് എന്തോ നിലക്ക് നമുക്കറിയാത്ത നിലക്കുള്ള കണക്ഷനുകൾ, ബന്ധങ്ങൾ, റൂഹും അതുപോലെ തന്നെ ശരീരവും ബർസഖിയായ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുള്ളൂ. പിന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആത്മാക്കളുടെയൊക്കെ സങ്കേതം എവിടെയാണ്? ഈ ആത്മാക്കളൊക്കെ വ്യത്യസ്തമായ നിലക്കാണെന്ന് പറഞ്ഞല്ലോ. ഈ വ്യത്യസ്തമായ നിലക്കുള്ള ആത്മാക്കൾ, ഈ ആത്മാക്കളുടെ സങ്കേതങ്ങളെ സംബന്ധിച്ച് എവിടെയാണ് ഇവയുടെ സ്ഥിരവാസം? ബർസഖിയായ ലോകത്ത് എവിടെയാണ് ഓരോരുത്തരുടെയും ആത്മാക്കളുടെ സ്ഥിരവാസം? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് അതാ വിശദീകരിക്കപ്പെട്ടിട്ടുള്ള വചനങ്ങളിലൂടെ പണ്ഡിതന്മാർ അത് 4-5 രൂപത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്ന്, അമ്പിയാക്കന്മാരുടെ ആത്മാക്കളാണ്. അമ്പിയാക്കന്മാരുടെ ആത്മാക്കൾ അതാ അത്യുന്നതമായ റഫീഖുൽ അഅ്ലാ, അത്യുന്നതമായ ഒരു പദവിയിലും ഒരു സ്ഥാനത്തുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അന്ത്യനിമിഷങ്ങൾ വിശദീകരിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞല്ലോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വേർപാടിന്റെ നേരത്ത് അവിടുന്ന് ഇങ്ങനെ മുകളിലേക്ക് കൈ ചൂണ്ടുവിരൽ ഇങ്ങനെ ഉയർത്തിയിട്ട് അവിടുന്ന് പറഞ്ഞല്ലോ, അല്ലാഹുമ്മ റഫീഖൽ അഅ്ലാ, അത്യുന്നതമായ പദവി കൊണ്ട റബ്ബേ, അത്യുന്നതമായ പദവി എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നല്ലോ. ആ റഫീഖുൽ അഅ്ലാ, അത്യുന്നതമായ ആ ഉന്നതമായ പദവികളിലാണ് അമ്പിയാക്കളുടെ ആത്മാക്കളുള്ളത്. അതിന്റെയും താഴെ പിന്നെ അർവാഹു ശുഹദായി, ശുഹദാക്കളുടെ ആത്മാക്കൾ, അത് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ പദവിയും സ്ഥാനവുമാണല്ലോ അവർക്കുള്ളത്. ശുദ്ധ ഖുർആൻ പറഞ്ഞു, സൂറത്ത് ആലി ഇംറാനിലെ 169-ാമത്തെ ആയത്തിൽ കാണാം, വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. വലാ തഹ്സബന്ന, നീ വിചാരിച്ചു പോകണ്ട, നീ വിചാരിക്കരുത്, അല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി, അള്ളാന്റെ മാർഗത്തിൽ വധിക്കപ്പെട്ടവരെ സംബന്ധിച്ച് നീ വിചാരിച്ചു പോകരുത്, അംവാതാ, അവർ മരിച്ചവരാണെന്ന് നീ വിചാരിക്കരുത്. ബൽ, പക്ഷേ അഹ്യാഉൻ, അവർ ജീവിച്ചിരിക്കുകയാണ്, ഇൻദ റബ്ബിഹിം, അവരുടെ റബ്ബിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുകയാണ്, യുർസഖൂൻ, അവർക്ക് റിസ്ക് നൽകപ്പെടുന്നുണ്ട്. മറ്റുള്ളവർക്കില്ലാത്ത നിലക്കുള്ള പ്രത്യേകമായ റിസ്ക് നൽകപ്പെട്ടുകൊണ്ട് ഒരു പ്രത്യേകമായ ജീവിതം ശുഹദാക്കൾക്കുണ്ട് എന്നാണ് ആ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്.
സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതിയപ്പോൾ അതാ അബ്ദുല്ലാഹി ഇബ്നു ഈ ആയത്ത് വിശദീകരിച്ച് കേട്ട സഹാബിമാരുണ്ടല്ലോ. വഖദ് സഅല മസ്റൂഖ് റഹിമഹുല്ലാഹ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു എന്ന സഹാബിയോട് ഈ ആയത്തിനെ കുറിച്ച് ചോദിക്കുകയാണ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശമെന്ന് ചോദിക്കുമ്പോ സഹാബിയായ അബ്ദുല്ല റളിയല്ലാഹു തആല അൻഹു മറുപടി എന്താ പറഞ്ഞത്? ഇന്നാ ഖദ് സഅൽനാ അൻ ദാലിക, നീ ഇപ്പോൾ എന്നോട് ഇതിനെപ്പറ്റി ചോദിച്ചതുപോലെ ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട്, അതല്ലെങ്കിൽ ഞങ്ങൾ ഇതിനു മുമ്പ് ഈ ആയത്ത് കേട്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂലിനോട് ഞങ്ങൾ ഇതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ട്. ഫഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് ഇങ്ങനെയാണ് വിവരിച്ചു തന്നത്. അർവാഹുഹും ഫീ അജ്വാഫി തൈരിൻ ഖദിരിൻ, പച്ചവർണ്ണത്തിലുള്ള ഹരിതവർണ്ണത്തിലുള്ള പക്ഷികൾക്കുള്ളിലായിട്ടാണ് ശുഹദാക്കളുടെ ആത്മാക്കളുള്ളത്. മാത്രമല്ല അർശിൽ തൂക്കിയിടപ്പെട്ട പ്രത്യേകമായ ചില വിളക്കുകളിൽ, ചില തൂക്ക് വിളക്കുകളിൽ അവ എങ്ങനെ പ്രവേശിപ്പിക്കപ്പെടും, അതുപോലെ തന്നെ അവ സ്വർഗത്തിൽ ഉദ്ദേശിക്കുന്നിടത്ത് അവ സഞ്ചരിക്കുന്നതാണ്. ആ പ്രത്യേകമായ താവളത്തിൽ നിന്ന് അവര് പുറപ്പെട്ടു കഴിഞ്ഞാൽ അതാ സ്വർഗത്തിലെവിടെയും അവർ ഉദ്ദേശിക്കുന്നിടത്ത് സഞ്ചരിക്കുകയാണ്. പിന്നീട് അവയ്ക്ക് നിശ്ചയിക്കപ്പെട്ട ഇതേ സ്ഥാനങ്ങളിലേക്ക് തന്നെ മടങ്ങി വരികയും ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇവിടെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ശുഹദാക്കളുടെ ആത്മാക്കൾ നാളെ മഹ്ശറിൽ അവരുടെ ബോഡിയിലേക്ക് തന്നെ പ്രവേശിപ്പിക്കപ്പെടുവോളം അവർ സ്വർഗീയമായ ആനന്ദത്തിലാണ്. അവരുടെ ആത്മാക്കൾ സ്വർഗത്തിൽ അവ ഉദ്ദേശിക്കുന്നിടത്ത് പറന്ന് നടക്കുന്നതാണ്, സഞ്ചരിക്കുന്നതാണ് എന്നാണല്ലോ ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ നോക്കൂ, ശുഹദാക്കളുടെ ആത്മാക്കൾക്ക് പോലും ഭൂമിയിലേക്കൊരു മടക്കം ഇല്ല, ഒരു തിരിച്ചുവരവില്ല. പലപ്പോഴും ആളുകൾ പറയാറുണ്ട്, യാ അഹ്ല ബദർ ശുഹദാ, ഓ ബദർ ശുഹദാക്കളെ, അതല്ലെങ്കിൽ ഉഹദ് ശുഹദാക്കളെ എന്നൊക്കെ വിളിച്ചാൽ വിളിപ്പുറത്ത് ബദരീങ്ങൾ എത്തും, വിളിപ്പുറത്ത് ഉഹദീങ്ങൾ എത്തിച്ചേരും. അതുപോലെ തന്നെ പലരെ പറ്റിയും അവര് പറയാറുണ്ട്, അവരതാ ഭൂമിയിലേക്ക് അവരുടെ ആത്മാക്കൾ വരും, അവരുദ്ദേശിക്കുന്നിടത്തേക്ക് അത് പറന്നു നടക്കും. അമ്പിയാക്കളെ പറ്റിയല്ല, ശുഹദാക്കളെ പറ്റി പോലും, അതുപോലെ തന്നെ മറ്റുള്ള മോമിനീങ്ങളെ പറ്റി പോലും, ഔലിയാക്കൾ എന്ന് പറയപ്പെടുന്നവരെ പറ്റി പോലുമൊക്കെ നമ്മൾ വിളിച്ചാൽ വിളിക്കുന്നിടത്തേക്ക് വരാൻ അവർക്ക് സാധിക്കുമെന്നും അവർ ഈ ഭൂമിയിലൂടെ ഇഷ്ടം പോലെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണെന്നും അവരുദ്ദേശിക്കുന്നിടത്തേക്ക് അവർക്ക് എത്തിച്ചേരാനും അവരെ ആരാണോ സഹായത്തിന് വിളിച്ചതെങ്കിൽ ആ സഹായത്തിന് വിളിച്ച ആളുകളെ സഹായിക്കാനും വരെ അവർക്ക് സാധിക്കുമെന്ന് ഇവര് മറുപടി പറയാറുണ്ട്. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഇവരുടെ തന്നെ ചില ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം, മഹാത്മാക്കളായ വലിയകളുടെ ഖബറുകളുടെ സമീപത്ത് പോയിട്ട് അവരെ വിളിച്ച് സഹായം തേടിയാൽ ആ സഹായം തേടുന്ന മനുഷ്യനെ സഹായിക്കാൻ വേണ്ടി ഖബറിൽ നിന്ന് തന്നെ വലിയ ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങും. ഔലിയ ഖബറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ വലിയ ഈ സഹായം തേടി വന്നിട്ടുള്ള മനുഷ്യന്റെ ആവശ്യങ്ങളെ ഈ സഹായം ചോദിച്ചു വന്നിട്ടുള്ള മനുഷ്യന്റെ ആവശ്യങ്ങളെ ഈ വലിയ ഖബറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് നേരിട്ട് തന്നെ നിർവഹിച്ചു കൊടുക്കുന്നതാണ് എന്ന് വരെ നമ്മുടെ സമൂഹത്തിലെ ആളുകൾ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കണം, ശുഹദാക്കളുടെ ആത്മാക്കൾ വരെ എവിടെയാണ്? സ്വർഗത്തിലാണ്. അവർക്ക് ദുന്യാവിലേക്കൊരു മടക്കമുണ്ടോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, വേറെയും വിശദമായ ഹദീസുകളിൽ കാണാം, ഈ ആത്മാക്കളോട് അല്ലാഹു തആല സ്വർഗത്തിൽ വെച്ച് ചോദിക്കുകയാണ്, ഇനി എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? എന്താണ് ഇനി നിങ്ങൾക്ക് വേണ്ടത്? അപ്പൊ ഈ ഷഹീദുകൾ പറയും, അല്ലാഹുവേ, ഷഹീദായാലുള്ള പ്രതിഫലം എന്തെന്ന് ഭൂമിയിലുള്ള ആളുകളൊക്കെ അറിഞ്ഞിരുന്നുവെങ്കിൽ അവരെല്ലാവരും ആ രംഗത്തേക്ക് മുന്നേറുമായിരുന്നല്ലോ. അതുകൊണ്ട് അവർക്ക് ഈ വിവരമൊന്ന് പറഞ്ഞു കൊടുക്കണം. ഷഹീദുകളായ ഞങ്ങൾക്ക്
സ്വർഗത്തിൽ ലഭിച്ചിട്ടുള്ള അത്യുന്നതമായ സ്ഥാനങ്ങളെ കുറിച്ച് അതാ ഞങ്ങളിലേക്ക് വന്നു ചേർന്നിട്ടില്ലാത്ത ആളുകളോടൊന്ന് വിവരമറിയിക്കാൻ, ഞങ്ങളുടെ അനുഭവം ഒന്നവരോട് പങ്കുവെക്കാൻ ഒരു ചാൻസ് കൂടി ഞങ്ങൾക്കൊന്ന് ഭൂമിയിലേക്ക് തരാമോ റബ്ബേ. എന്നിട്ട് ഞങ്ങൾ അവരോട് അനുഭവം പങ്കുവെക്കുക മാത്രമല്ല, ഒന്നുകൂടി ഞങ്ങളൊന്ന് നിന്റെ മാർഗത്തിൽ പോരാടിയിട്ട് ജീവൻ വെടിഞ്ഞ് ഒന്നുകൂടി ഷഹീദാവാനുള്ള ഒരു ചാൻസ് തരാമോ. അല്ലാഹുവോട് ശുഹദാക്കളുടെ ആത്മാക്കൾ ചോദിക്കുമെന്ന് നബി തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ എന്താ അല്ലാഹ് പറയാ? വേണ്ട, അങ്ങനെ ഒരു സമ്പ്രദായം ഇനിയില്ല. മരണപ്പെട്ടിട്ടുള്ള ആത്മാക്കൾ, മരണപ്പെട്ടിട്ടുള്ള ശരീരങ്ങളിൽ നിന്ന് ആത്മാക്കൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആ ആത്മാക്കളിന് വീണ്ടും ബോഡിയിലേക്ക് വന്ന് ഭൂമിയിൽ പോയിട്ട് അവിടെ ചില പ്രത്യേകമായ ഇടപാടുകൾ നടത്തുന്ന ഒരു സമ്പ്രദായം അത് ഇന്നില്ല എന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് മറുപടി പറയും. അത് നടക്കുന്ന കാര്യമല്ല, അത് സംഭവിക്കുന്ന കാര്യമല്ല. പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, അല്ലാഹു തആല അവരെ അറിയിക്കുന്നതാണ്. അതാ നിങ്ങൾക്ക് വേണ്ടി ആ കാര്യം ഞാൻ അവരെ അറിയിച്ചോളാം. അങ്ങനെയാണ് ആയത്തിറക്കുന്നത്. എന്ത്? അതാ വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ ഫരിഹീന എന്നിങ്ങനെ വിശുദ്ധ ഖുർആൻ തുടർന്നുകൊണ്ട് പറയുന്നു. അവര് വലിയ സന്തോഷത്തിലാണ്. അവരുടെ ആ വലിയ ആനന്ദമുള്ള ജീവിതത്തെ സംബന്ധിച്ചതാ അല്ലാഹു ആയത്തിറക്കി ലോകത്തുള്ള ജനങ്ങളെ പഠിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ശുഹദാക്കൾക്ക് ഇങ്ങോട്ട് അതിനു വേണ്ടി പോലും ഒരു വരവില്ല. വീണ്ടും ഒന്ന് ഷഹീദാവണം എന്ന ആഗ്രഹത്തിന് വേണ്ടി പോലും ഒരു വരവില്ല. എന്നിട്ടല്ലേ ഇവര് വിളിക്കുമ്പോ അതാ വിളിപ്പുറത്ത് ശുഹദാക്കൾ ഹാജരായി പോയി. ഒമാനൂർ ശുഹദാക്കൾ എത്തിപ്പോയി. മുഹീദ്ദീൻ ശൈഖ് വന്നു, ബദരീങ്ങൾ വന്നു, അങ്ങനെ പലരെയും സഹായിക്കാൻ വന്നു. പച്ച കുതിരപ്പുറത്ത് പച്ച ഡ്രസ്സും ധരിച്ചിട്ട് തിളങ്ങുന്ന വാളുമായിട്ട് വന്നു. ഞാൻ കണ്ടതാണ് എന്നൊക്കെ അനുഭവസ്ഥകളും അനുഭവസ്ഥന്മാരുമൊക്കെ നുണ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും എത്രയോ പ്രാസംഗികന്മാര് യാതൊരു മനസ്സാക്ഷി കുത്തും ില്ലാതെ ഇപ്പോഴും ജനങ്ങളോട് വഅളെന്ന നിലക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്ത്? നമ്മൾ വിളിച്ചാൽ വിളിപ്പുറത്ത് ബദരീങ്ങൾ വരും, വഹദീങ്ങൾ വരും, ശുഹദാക്കൾ ഓടിയെത്തും, നമ്മെ സഹായിക്കാൻ അവര് പാഞ്ഞെത്തും എന്നൊക്കെയാണ് ആളുകളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നത് എന്താണ്? ശുഹദാക്കളുടെ ആത്മാക്കളതാ അല്ലാഹുവിന്റെ അടുക്കൽ പ്രത്യേകം തയ്യാർ ചെയ്യപ്പെട്ടിട്ടുള്ള പച്ച പക്ഷികളുടെ ഹരിതവർണ്ണത്തിലുള്ള കിളികളുടെ ശരീരങ്ങളിൽ സന്നിവേശിപ്പിക്കപ്പെടുകയും അവിടെ നിന്നതാ സ്വർഗീയമായ ലോകത്ത്, സ്വർഗത്തിൽ അവയുദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ സഞ്ചരിക്കുകയും വിഹരിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എല്ലായിടത്തുമാണെങ്കിൽ ഫിൽ ജന്ന എന്ന് പറയേണ്ടതില്ല, സ്വർഗത്തിലാണ് അവരുടെ സഞ്ചാരം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, എല്ലാ ശുഹദാക്കൾക്കും ഈ സ്ഥാനമില്ല എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതിൽ നിന്ന് നമ്മൾ വേറൊരു ഗൗരവം മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതാണ് ആ ശുഹദാക്കൾ? ഏതു ശുഹദാക്കൾക്കാണ് ഈ പദവി ലഭിക്കപ്പെടാത്തത്? സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മാലി ഇൻ ഖുതിൽതു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഞാൻ അങ്ങ് കൊല്ലപ്പെട്ടാൽ എനിക്ക് എന്താണ് കിട്ടുക നബിയേ? അള്ളാന്റെ മാർഗത്തിൽ ഞാൻ വധിക്കപ്പെട്ടാൽ എനിക്ക് എന്താണ് ലഭിക്കുക? സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ പറഞ്ഞു, അൽ ജന്ന, സ്വർഗം ഉറപ്പാണ്, സ്വർഗം കിട്ടും കേട്ടോ. ഫലമ്മ വല്ല, ഈ സഹാബി അങ്ങ് തിരിഞ്ഞു പോകുമ്പോ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചുകൊണ്ട് പറയാണ്, ഇല്ലദ്ദൈൻ, കടമുണ്ടെങ്കിൽ അതിൽ പെടൂല കേട്ടോ. ഷഹീദ് കടബാധിതനായിട്ടാണ് മരിച്ചുപോയതെങ്കിൽ,
കടം വീട്ടിയിട്ടില്ലാത്ത നിലക്കാണ് മരിച്ചു പോയിട്ടുള്ളതെങ്കിൽ ആ ഷഹീദിന്റെ റൂഹിനെ സ്വർഗപ്രവേശനത്തിന് തടഞ്ഞു വെക്കപ്പെടുന്നതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അത്യുന്നതമായ പദവി ലഭിക്കുന്ന ഷഹീദുകളുടെ ആത്മാക്കൾക്ക് പോലും സ്വർഗീയ പ്രവേശനത്തിന് തടസ്സം കടബാധ്യതയാണെങ്കിൽ, ഓ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആലോചിക്കണം. ആവശ്യമില്ലാതെ അനാവശ്യങ്ങൾക്ക് വേണ്ടി, ആർഭാടങ്ങൾക്ക് വേണ്ടി, മറ്റുള്ളവർ ചെയ്യും പോലെ എനിക്കും ചെയ്യണം എന്ന ആ പ്രത്യേകമായ താല്പര്യങ്ങൾക്ക് വേണ്ടി അതാ ഇസ്ലാം വിലക്കിയിട്ടുള്ള രൂപത്തിൽ പോലും ലോണുകൾ എടുക്കുകയും അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡുകൾ വാങ്ങുകയും അങ്ങനെ ആ രൂപത്തിൽ കടബാധിതനായിക്കൊണ്ട് മൂക്കറ്റം കടത്തിൽ മുങ്ങിക്കൊണ്ട് അതിന്റെ പേരിൽ നുണ പറയേണ്ടി വന്നുകൊണ്ട് അതിന്റെ പേരിൽ പുറത്തേക്ക് ഇറങ്ങാൻ പോലും അപമാനഭാരം സഹിക്കേണ്ടി വന്നുകൊണ്ട് ആ നിലക്ക് കടക്കാരനായിക്കൊണ്ട് മരിച്ചു പോയാൽ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് അവിടുത്തെ അടുക്കൽ ജനാസ കൊണ്ടുവരപ്പെട്ടാൽ ചോദിക്കാറുണ്ട് പോലും അവിടുന്ന്, ഈ ജനാസക്ക്, ഈ മയ്യത്തിന് കടങ്ങൾ ബാക്കിയുണ്ടോ? ആരെങ്കിലും അത് വീട്ടാൻ തയ്യാറുണ്ടോ? കടങ്ങളുള്ള മയ്യത്താണെന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂല് ജനാസ നമസ്കരിക്കാതെ മാറി നിൽക്കാറാണ് പതിവ്. സഹാബിമാരോട് പറയും, നിങ്ങൾ നമസ്കരിച്ചോളൂ, കാരണം ഫർള് കിഫായ എന്ന നിലക്ക് നിസ്കാരം നടക്കേണ്ടതുണ്ട്. പക്ഷേ എനിക്ക് പാടില്ല, എനിക്ക് ആ ജനാസക്ക് വേണ്ടി നമസ്കരിക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു. നിങ്ങൾ നോക്കൂ, കാരുണ്യത്തിന്റെ പ്രവാചകനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ നമസ്കാരത്തിന് പോലും അർഹതയില്ലാതാകുന്ന നിലക്ക് അന്ന് മാറ്റിവെക്കപ്പെട്ട അവസ്ഥയാണുള്ളതെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. കടക്കാരായിക്കൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി, ആർഭാടങ്ങൾക്ക് വേണ്ടി, അതുപോലെ തന്നെ ഒട്ടേറെ കാര്യങ്ങൾക്ക് വേണ്ടി അതിനുവേണ്ട പ്രോത്സാഹനം കൊടുക്കുന്ന ഭാര്യമാരുണ്ട്, അതിനുവേണ്ട രൂപത്തിൽ പ്രേരിപ്പിക്കുന്ന മക്കളുണ്ട്, അതിനുവേണ്ട രൂപത്തിൽ പ്രോത്സാഹനം കൊടുക്കുന്ന കൂട്ടുകാരുണ്ട്. എല്ലാം ശപിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. കാരണം കണ്ടില്ലേ നിങ്ങൾ, അള്ളാന്റെ അടുക്കൽ അത്യുന്നത പദവി കിട്ടേണ്ടുന്ന ഷഹീദ് പോലും അതാ സ്വർഗപ്രവേശനം അദ്ദേഹത്തിന് വിധിക്കപ്പെട്ടതാണ്. പക്ഷേ വെയിറ്റ് ചെയ്യപ്പെടുകയാണ്, കാരണം കടം വീടപ്പെടട്ടെ. അതുകൊണ്ടാണ് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്കുള്ള കടങ്ങൾ വീട്ടാൻ ബന്ധുക്കൾ ഉടനെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇന്ന് പലപ്പോഴും ആളുകൾ എന്താ ചെയ്യാ, മയ്യത്തിന് കടങ്ങളുണ്ട്, കടങ്ങളൊക്കെ വീട്ടണം, ഒക്കെ ശരിയാണ്. ആദ്യമൊക്കെ ജനാസ നിസ്കരിക്കുന്നിടത്ത് വിളിച്ചു പറയും, എന്ത്, ഇതാ ഇന്നയാള് എന്റെ സഹോദരനാണ്, അല്ലെങ്കിൽ എന്റെ സഹോദരിയാണ്, അല്ലെങ്കിൽ എന്റെ ബന്ധപ്പെട്ട ആളാണ്, ഞാനാണത് അവരുദ്ദേഹത്തിന്റെ മസൂല്, ആർക്കെങ്കിലും വല്ലതും കിട്ടാനുണ്ടെങ്കിൽ ഞാനുമായി ബന്ധപ്പെടണേ, പൊരുത്തപ്പെട്ടു കൊടുക്കണേ എന്നൊക്കെ അങ്ങ് പറയും. അത് പലയിടത്തും ആത്മാർത്ഥമായിട്ടല്ല, പലയിടത്തും അതൊരു ചടങ്ങ് പറയിപ്പിക്കലുമാണ്. അതങ്ങ് അനൗൺസ്മെന്റ് ചെയ്യും. പക്ഷേ എന്നിട്ടോ ഈ ചങ്ങാതി വീട്ടിലേക്ക് പോയാൽ അയാൾക്കുള്ള വലിയ കടബാധ്യതകളെ കുറിച്ച് ആളുകൾ വന്നാൽ ഇയാള് തിരിച്ചയച്ചിട്ട് കുടുംബങ്ങളുമായി കൂടിയാലോചിക്കാറുണ്ട് പലയിടത്തും. എന്താ കൂടിയാലോചന? ഇതാ ഈ വ്യക്തിക്ക് ഒരുപാട് പറമ്പുകൾ ഉണ്ടാകും, അതല്ലെങ്കിൽ ഭൂമിയുടെ ഉടമയായിരിക്കും, അതല്ലെങ്കിൽ ഒട്ടേറെ മറ്റേതെങ്കിലും വസ്തുക്കളുടെ ഉടമയായിരിക്കും. എന്നിട്ട് ഇവര് കാത്തു നിൽക്കുകയാണ്, ഇദ്ദേഹത്തിന്റെ അവകാശത്തിലുള്ള 10 സെന്റ് ഭൂമി, അല്ലെങ്കിൽ ഇന്ന ഒരു പ്രദേശത്ത് അദ്ദേഹത്തിന്റെ സ്വത്ത്, അത് നമ്മൾ ഇപ്പൊ കൊടുത്താ വില കമ്മിയാകും, വില കൂടുതൽ കിട്ടട്ടെ, ഒരു 2 കൊല്ലം അവിടെ കിടക്കട്ടെ, അല്ലെങ്കിൽ 6 മാസം കിടക്കട്ടെ, അല്ലെങ്കിൽ 1 വർഷം കഴിയട്ടെ, എന്നിട്ട് നമുക്ക് വിറ്റാൽ വലിയ സംഖ്യക്ക് ആ ഭൂമി കൈമാറപ്പെടും. എന്നിട്ട് നമുക്ക് ഇദ്ദേഹത്തിന്റെ കടം വീട്ടാമെന്ന് വിചാരിച്ചിട്ട് ഈ മയ്യത്തിന്റെ കടം ഉടനടി വീട്ടാതെ അദ്ദേഹത്തിന്റെ പേരിലുള്ള സ്വത്ത് വരെ കച്ചവട കണ്ണോടുകൂടി നീട്ടിവെച്ചിട്ട് പിന്നീട് ബ്രോക്കർമാരെ ഏൽപ്പിച്ച് അതുപോലെ തന്നെ മാസങ്ങൾക്കും വർഷങ്ങൾക്കുമൊക്കെ ശേഷം മാത്രം വിൽപ്പന നടത്തിയിട്ട് അതുകൊണ്ട് കിട്ടുന്ന വലിയ സംഖ്യയിൽ നിന്ന് തുച്ഛമായ ഒരു വിഹിതം കൊണ്ട് ഈ
കടം വീട്ടാൻ കാത്തു നിൽക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെ അനുഭവത്തിലുണ്ടല്ലോ. പാടില്ല കേട്ടോ, പാടില്ലാത്ത സംഗതിയാണ്. കാരണം എന്താ? ഇദ്ദേഹത്തിന്റെ ആത്മാവിന് സുഖമുണ്ടാവില്ല. ഈ ആത്മാവിന് സുഖം കിട്ടണ്ടേ, ഈ ആത്മാവിന് ആനന്ദം ലഭിക്കണ്ടേ, ഈ ആത്മാവിന് നൽകപ്പെടേണ്ടുന്ന സ്വർഗീയമായ സുഖങ്ങളിൽ നിന്ന് അത് തടയപ്പെടാൻ കാരണമാകുന്നു, സ്വീകരിക്കപ്പെടാതിരിക്കാൻ കാരണമാകുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എവിടെ മരണം നടന്നിട്ടുണ്ടോ, ആരൊക്കെയാണ് അതിന്റെ ബന്ധപ്പെട്ടവരെങ്കിൽ ആ മരണപ്പെട്ട വ്യക്തിക്ക് ബാധ്യതകൾ വല്ലതുമുണ്ടെങ്കിൽ അത് എത്രയും വേഗം ഉടനെ കൊടുത്തു വീട്ടേണ്ടതുണ്ട്. കാരണം സ്വത്ത് ഓഹരി വെക്കുന്നത് പോലും, അനന്തര സ്വത്ത് ഓഹരി വെക്കേണ്ടത് പോലും വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താണ്? മിൻ ബഅദി വസിയത്തിൻ യുസാബിഹാ ഔ ദൈൻ. മയ്യത്ത്, ആ മരിച്ചുപോയ വ്യക്തി വല്ല വസിയത്തും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൊടുത്ത് വീട്ടിയതിന്റെ ശേഷമേ സ്വത്തോഹരി ചെയ്യാവൂ. അതുപോലെ തന്നെ ഔ ദൈൻ, കടങ്ങൾ വല്ലതും ബാക്കിയുണ്ടെങ്കിൽ ആ കടങ്ങളും വീട്ടിയതിന്റെ ശേഷമല്ലാതെ സ്വത്തോഹരി വെക്കാൻ പാടുള്ളതല്ല. വളരെ ഗൗരവമാണ്. നമ്മുടെ സമുദായം ചിന്തിച്ചിട്ടില്ല, നമ്മുടെ ആളുകൾ ആലോചിച്ചിട്ടില്ല. പലയിടത്തും ഞാൻ ഈ പറഞ്ഞ വസ്തുതകൾ നടക്കുന്നുണ്ട്. കടങ്ങൾ ലക്ഷക്കണക്കിനുണ്ടാകും. ലക്ഷക്കണക്കിനുള്ള കടങ്ങൾ ഇപ്പാണ് കൊടുത്ത് വീട്ടിയാൽ എന്താവും? പിന്നെ ഇവർക്കൊന്നും കിട്ടാല്ല. നോക്കണം, കണ്ണതാണ്. ഇപ്പോൾ ഈ വ്യക്തിക്കൂടെ 10 ലക്ഷം കടണ്ട് വിചാരിക്കുക, അല്ലെങ്കിൽ 5 ലക്ഷം കടണ്ട്. ഈ 5 ലക്ഷം കടം ഇപ്പൊ മരണം നടന്ന പിറ്റേന്ന് തന്നെ ഉടനെ ആ സ്ഥലം വിറ്റ്, അതല്ലെങ്കിൽ അത് വിൽക്കാൻ വെച്ച് അതങ്ങ് കൊടുത്തു വീട്ടിയാൽ പിന്നെന്തായി? പിന്നെ അവകാശികൾക്കൊന്നും കിട്ടാല്ല, സ്വത്തൊക്കെ പോയില്ലേ. അതുകൊണ്ട് ചില സൂത്രം കാണുകയാണ്. എന്താ സൂത്രം? ഇത് കുറച്ചു കാലം കഴിയട്ടെ, ഇപ്പൊ വീട്ടണ്ട, ആ ഭൂമി എവിടെ കിടക്കട്ടെ, കുറച്ചു കാലം കഴിയട്ടെ. ഇപ്പൊ 5 ലക്ഷം കിട്ടുന്ന ഭൂമിക്ക് 1 കൊല്ലം കഴിഞ്ഞാൽ 10 ലക്ഷമാകും. അപ്പൊ നമുക്കെന്തായി? അന്ന് 5 ലക്ഷം കടവും വീട്ടാം, ബാക്കി 5 ലക്ഷം നമുക്ക് തുല്യമായി അതാ ഓഹരിയുടെ അവകാശികൾക്ക് സ്വത്തായി ഓഹരി വെക്കുകയും ചെയ്യാം. പാടില്ലെന്നായി പറയുന്നത് കാരണം എന്തെന്നല്ലേ? അതുവരെ ഈ ആത്മാവിന് സുഖമുണ്ടോ? ആരാ കുറ്റക്കാരാകുന്നത്? ആരാ കാരണക്കാരാകുന്നത്? അതുകൊണ്ട് കടങ്ങളുണ്ടെങ്കിൽ ഉടനെ അത് വീട്ടേണ്ടതുണ്ട് എന്ന് നമുക്കിതിൽ നിന്നൊക്കെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. വളരെ ഗൗരവമാണ്. ഒരു ഉദാഹരണം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ എന്തെല്ലാം ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ആളുകൾ കടങ്ങൾ വെച്ച് താമസിപ്പിക്കുന്നുണ്ടോ, അത്രയും അത് ആപത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോ ഷഹീദുകളുടെ കാര്യം തന്നെയും അങ്ങനെയാണ്. നിങ്ങൾ നോക്കൂ, മറ്റുള്ള സാധാരണ നിലക്കുള്ള സാലിഹീങ്ങളായ സത്യവിശ്വാസികളുടെ ആത്മാവ് എവിടെയാണ്? അവർക്കുള്ള പദവി എന്താണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നമാ നസമത്തുൽ മുസ്ലിമി തൈറുൻ യുഅല്ലഖു ഫീ ശജരിൽ ജന്നാ ഹത്താ യർജിഅഹു അല്ലാഹു ഇലാ ജസദിഹി ഇലാ യൗമിൽ ഖിയാമ. മുസ്ലിമായ മനുഷ്യന്റെ ആത്മാവ് അതാ ഒരു പക്ഷിയായിക്കൊണ്ട് സ്വർഗീയ മരത്തിൽ തൂക്കിയിടപ്പെടുന്നു. ഒരു പക്ഷിയുടെ രൂപത്തിൽ ആത്മാവ് സ്വർഗത്തിലാണ്, സ്വർഗീയമായ വൃക്ഷത്തിൽ ബന്ധിക്കപ്പെടുന്ന നിലക്കാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അന്ത്യനാളിൽ അവന്റെ ജസദിലേക്ക് തന്നെ അതിനെ മടക്കുന്നത് വരെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. അപ്പൊ ഇവിടെ എന്താണ്? ശുഹദാക്കളുടെ ആത്മാക്കളും സ്വർഗത്തിൽ, അതുപോലെ തന്നെ മുഅ്മിനീങ്ങളുടെ ആത്മാക്കളും സ്വർഗത്തിൽ തന്നെ. പക്ഷേ എന്താണ് വ്യത്യാസം? എന്താണ് ഇത് രണ്ടിന്റെയും ഇടയ്ക്കുള്ള വ്യത്യാസം? ആദ്യം പറഞ്ഞതിൽ നമ്മൾ കേട്ടത് എന്താണ്? ശുഹദാക്കളുടെ ആത്മാക്കളതാ അതിങ്ങനെ ഫീരിയാദിൽ ജന്ന, സ്വർഗീയ പൂങ്കാവനങ്ങളിലൂടെ ഉദ്ദേശിക്കുന്നിടത്തേക്ക് അതിന് സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്. സ്വർഗീയ പൂങ്കാവനങ്ങളിൽ അതിനുദ്ദേശിക്കുന്നിടത്തേക്ക് സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്. അതേ അവസരത്തിൽ മുഅ്മിനീങ്ങളുടെ ആ നിലക്കുള്ള ആത്മാക്കൾ സഞ്ചാര സ്വാതന്ത്ര്യമില്ല, സ്വർഗീയമായ നിലയ്ക്ക് ആ നിശ്ചിത സ്ഥാനത്ത് തന്നെ കഴിയുകയാണ് എന്നാണ് 2 രൂപത്തിലുള്ള ഹദീസുകളുടെയും ആകത്തുകയായി പണ്ഡിതന്മാരതിൽ കണ്ട വൽ ഫർഖു ബൈന അർവാഹിൽ മുഅ്മിനീന വ അർവാഹിശ് ശുഹദാ. ശുഹദാക്കളുടെ ആത്മാക്കളും സാധാരണ സത്യവിശ്വാസികളുടെ ആത്മാക്കൾക്കും ഇടയിലുള്ള വ്യത്യാസം അങ്ങനെയാണ് പണ്ഡിതന്മാര് വിശദീകരിച്ചിരുന്നത്. നിങ്ങൾ നോക്കൂ, ഉസ്വാത്ത്
അർവാഹുൽ ഉസാത്ത്, ദോഷികളായ ആളുകൾ, അവർ ശിക്ഷ അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ് ആത്മാക്കൾ. ആ നിലക്കുള്ള ശിക്ഷകൾ ഒട്ടേറെ ബർസഖിയായ ലോകത്ത് തന്നെയും അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ശിക്ഷകൾക്ക് കയ്യും കണക്കുമില്ല. അതിന്റെ ഒട്ടേറെ രൂപങ്ങൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ബർസഖിയായ ലോകത്തുള്ള ശിക്ഷയെ സംബന്ധിച്ച് നമുക്ക് വിശദീകരിക്കാനുണ്ട്. ആ ഭാഗത്ത് അതിന്റെ വ്യത്യസ്തമായ സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിവരിച്ചു തന്നതായി സഹീഹുൽ ബുഖാരിയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതാ അവസരത്തിലേക്ക് നീട്ടിവെക്കുകയാണ്. അതുപോലെ തന്നെ കാഫിറുകളുടെ ആത്മാക്കളതാ ഇതേപോലെ തന്നെ അവരും ഈ നിലക്കുള്ള വളരെ പ്രയാസത്തിലും നിരകീയമായ അനുഭവങ്ങളിലും ഒക്കെ പ്രത്യേകമായി വളരെ താഴ്ന്ന നിലക്കുള്ള ഏറ്റവും അധപ്പതനത്തിൻ്റെതായ പ്രത്യേകമായ കേന്ദ്രത്തിലാണ്. ഇതാണ് ആ കേന്ദ്രങ്ങൾ എന്ന് നമുക്കറിഞ്ഞുകൂടാ. ശുദ്ധ ഖുർആൻ സൂചന നൽകിയതുപോലെ അത്യുന്നതമായ പദവി ഇല്ലീനാണെന്നും സിജ്ജീൻ എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട രൂപത്തിലുള്ള അഗാധമായ അധപ്പതനത്തിന്റെ പ്രത്യേകമായ മോശപ്പെട്ട സങ്കേതമാണെന്നുമൊക്കെ പറയപ്പെടുന്നു. പക്ഷേ ഒന്നും വ്യക്തമായ നിലയ്ക്ക് വിശുദ്ധ ഖുർആനിലോ അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിവരണങ്ങളിലോ വരാത്തിടത്തോളം നമ്മുടെ യുക്തിയിലൂടെ നമ്മുടെ ബുദ്ധി കൊണ്ട് അതിനൊരു വിവരണം നൽകാനോ രൂപം നൽകാനോ അതിന്റെ വിശേഷതകൾ പറയാനോ നമുക്ക് പാടുള്ളതല്ല. എന്താണോ പ്രമാണങ്ങളിൽ വന്നതെങ്കിൽ അവിടെ ബുദ്ധിയെ അവസാനിപ്പിക്കലാണ് നമുക്ക് കരണീയമായിട്ടുള്ളത്. അതിനപ്പുറം നമുക്ക് ചിന്തിച്ച് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെയാണ്, അതുമായി ബന്ധപ്പെട്ടത് ഇങ്ങനെയാണ് എന്നൊന്നും വിശദീകരിക്കുവാൻ നമുക്ക് വകുപ്പില്ല. കാരണം നമ്മോട് നിർദ്ദേശിച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചേടത്ത് നിൽക്കലാണ്. അതിലപ്പുറം നമുക്ക് പാടുള്ള സംഗതിയല്ല. ഇതാണ് പ്രിയപ്പെട്ടവരെ ആത്മാവിന്റെ യാത്രയെ സംബന്ധിച്ചിടത്തോളവും പിന്നീട് ആത്മാവിന് ചെന്ന് കയറാനുള്ള സങ്കേതത്തെ സംബന്ധിച്ചുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തന്നിട്ടുള്ളത്. ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുക ഈ രൂപത്തിലുള്ള വിശദമായ ഒട്ടേറെ കാര്യങ്ങൾ ഇവയൊക്കെയും പാരത്രികമായ ജീവിതത്തിന്റെ ഒട്ടേറെ സംഭവങ്ങളിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. ബർസഖിയായ ലോകത്ത് നടക്കുന്ന ഒരു കാര്യങ്ങളും നമ്മുടേതായ പ്രത്യേകമായ വിവരണങ്ങളോ വിശേഷണങ്ങളോ രൂപങ്ങളോ ഒന്നും നൽകാൻ നമുക്ക് സാധ്യമല്ലാത്ത കാര്യങ്ങളാണ്. പക്ഷേ നമ്മൾ ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ പറഞ്ഞ രൂപത്തിൽ മുഅ്മിനിന്റെ റൂഹ് ഇങ്ങനെയാണ്, അതുപോലെ തന്നെ തെമ്മാടികളുടെയും ധിക്കാരികളുടെയും ഒക്കെ റൂഹ് ഇങ്ങനെയാണ് യാത്ര. ഇതൊക്കെ നമ്മൾ അറിയുമ്പോൾ പടച്ച റബ്ബേ എന്റെ സ്ഥിതി എന്തായിരിക്കും, എന്റെ റൂഹ് പോകുന്ന സ്ഥിതി എന്തായിരിക്കും, എന്റെ റൂഹ് ഏറ്റെടുക്കാൻ വരുന്ന മലക്കുകൾ ആരായിരിക്കും, എന്റെ റൂഹിന് ലഭിക്കുന്ന സ്വീകരണം എന്തായിരിക്കും, എവിടേക്കായിരിക്കും, ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു ചിന്തക്ക് ഇതൊക്കെ നിമിത്തമാകേണ്ടതുണ്ട്. ദിക്റുൽ മൗത്ത് മനുഷ്യനിൽ ഉണ്ടാക്കേണ്ട മാറ്റങ്ങൾ ഒന്ന്, പെട്ടെന്ന് തൗബ ചെയ്യാൻ മനുഷ്യന് പ്രേരണയുണ്ടാകും. അതുപോലെ തന്നെ ജീവിതത്തിൽ കിട്ടിയത് കൊണ്ട് സംതൃപ്തി നേടാനുള്ളൊരു മാനസികാവസ്ഥയുണ്ടാകും. തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ മനുഷ്യന് പ്രേരണയുണ്ടാകും. ഇതിനൊക്കെ വേണ്ടി നമ്മുടെ മനസ്സിൽ നമ്മൾ ഓർക്കണം. നമുക്ക് മനസ്സിലാക്കാനും ചിന്തിക്കാനും ഒക്കെ കഴിയാത്ത കാര്യങ്ങളാണ് റൂഹ് പിരിഞ്ഞ ഉടനെ ആകാശ ലോകത്തൊക്കെ സംഭവിക്കുന്നത് എന്ന് നമ്മൾ അറിയുമ്പോൾ ആ ഒരവസ്ഥ എല്ലാവർക്കും നേരിടാനുള്ളതാണ് എന്ന ബോധം ഓരോ സ്ത്രീ പുരുഷന്മാരുടെയും മനസ്സിൽ ഉണ്ടാക്കുക മാത്രമല്ല നമ്മുടെ ജീവിതത്തെ അതിനനുസരിച്ചൊന്ന് കൃത്യമായി പാകപ്പെടുത്തുകയും ശുദ്ധീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതിലൂടെ മാത്രമേ പ്രിയപ്പെട്ടവരെ നമുക്ക് പാരത്രികമായ മോക്ഷം നേടുവാൻ സാധിക്കുകയുള്ളൂ. വിശദമായ രൂപത്തിൽ ഇതിന്റെ ബാക്കിയുള്ള മറ്റു ചില വിഷയങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥമായ നിലക്ക് സന്തോഷകരമായ നിലക്ക് നമ്മിൽ നിന്നെല്ലാം ആത്മാവ് പിരിഞ്ഞു പോകുന്ന ഒരവസ്ഥയിൽ നമ്മെ എത്തിച്ചു ചേർക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള ദുരിതങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രതിസന്ധികളിലും നാഥൻ തുണയാകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ളവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയെവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم اللهم توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله وبركاته.